ഹായ് ഫ്രണ്ട്സ്, നാടിൻ്റെ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇതും ആറ്റുതൂളി. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ വറക്കാനുള്ള മസാല ഉണ്ടാക്കാനുള്ള ഐറ്റം എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വറ്റൽമുളക്, ഇത് നാരങ്ങ, ഒരു പകുതി നാരങ്ങയാണിത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ മസാല, പ്രത്യേകം മസാല ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാല എന്ത് വേണമെങ്കിലും ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനത് ചേർക്കുന്നില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടവർക്ക്. അപ്പോൾ നമുക്ക് ഇത്രയും മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. വയ്ക്കാനുള്ളത് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചുമയും പനിയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകളുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നാരങ്ങ ഒന്ന് നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മീനിനുള്ള അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തു. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീൻ ഇതിനകത്തോട്ടിട്ട് പുരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ മീനിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ഈ മീൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ രീതിയിലൊരു മസാല ഉണ്ടാക്കി നോക്കണം. കാരണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ മീനെല്ലാം മസാല പുരട്ടിയുടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിനുശേഷം അതിനകത്തോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് മീനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ചട്ടി ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനകത്ത് പെറുക്കി വെച്ചെടുക്കാം. നമുക്ക് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ലൈക്കൊക്കെ തീരെ കുറവാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നാളെ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം.